ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനത്തെ ഒരു ഇൻട്രോ പറയാറൊന്നുമില്ല, പക്ഷേ ഒരുപാടായിട്ട് ഇങ്ങനത്തെയുള്ള വീഡിയോസ് ചെയ്യാറില്ല. കാരണം അധികം സിനിമ സംബന്ധമായ വീഡിയോസാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള ഇൻട്രോ പറഞ്ഞതും ഒരു വീഡിയോ ചെയ്യുന്നതും. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ യൂട്യൂബ് തുടങ്ങിയതും അതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നതും. പക്ഷേ ഈ ഇടയായിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ട് എന്താ പറയുക, ചാനലിൽ പറ്റ ഡൗണായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമേ പറയാനുള്ളത്, വീഡിയോ കാണുന്നവർ, അതായത് ഒരു യൂട്യൂബിൻ്റെ കാര്യങ്ങളാണ് അധികം പറയുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമില്ലാത്തവർ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം അവരുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കണം. കാരണം ഒരുപാട് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, യൂട്യൂബിൽ ഇതിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അതിൽ മോണിറ്റൈസേഷൻ ആയ ആളുകളുണ്ട്, ആവാനായ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അല്ലാതെ കാണാം, പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ വെറുതെ ഒരുപാട് വിലയുള്ള ടൈം വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. താല്പര്യമില്ലാത്തവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാത്തവർ കാണുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരുപാട്, അതായത് ഏകദേശം ഒരു 5-6 മാസത്തിൻ്റെ മുകളിലായിട്ട്, അതിന് മുമ്പേ എനിക്ക് ചാനലൊക്കെ ഉണ്ട്. നമ്മുടെ കൊറോണ ടൈമിലൊക്കെ ചാനലൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇതിന് മുമ്പ് ഞാൻ വീഡിയോസിലൊക്കെ ഒരുപാട് പറഞ്ഞു. ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോകും, കാരണം ഭയങ്കര ലാഗ് അടുപ്പിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ചാനൽ 2-3 ചാനൽ ഇങ്ങനെ പോയി അവസാനം എത്തിപ്പെട്ടതാണ് ഈ ചാനൽ. പക്ഷേ ഇത് തുടക്കത്തിലൊക്കെ എനിക്ക് നല്ലോണം റീച്ച്, അതായത് എൻ്റെ വീഡിയോസിൽ ഷോർട്ടൊക്കെ 1,50,000, 50,000, 60,000, 1,00,000 മുകളിൽ വ്യൂസ്, അതായത് ഷോർട്ടിൽ. ലോങ് വീഡിയോസ് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ വന്നിരുന്നു. അതായത് ഏകദേശം അതിൻ്റെ നമുക്ക് ഈ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ എന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഈ സംഭവത്തിൽ നമ്മുടെ ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ട്, ഫുൾ മോണിറ്റൈസേഷൻ ഉണ്ട്. ഹാഫ് മോണിറ്റൈസേഷൻ ആയാൽ അതാണെന്ന് വെച്ചാൽ നമ്മുടെ 3000 വാച്ച് ടൈം ആയാൽ നമുക്കത് അപ്ലൈ ചെയ്യാം. 1000 സബ്സ്ക്രൈബറും ആയാലും അപ്ലൈ ചെയ്യാം, അല്ല 500 ആയാലും അപ്ലൈ ചെയ്യാം. ഇനി ഫുള്ളാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈം ആയാലും നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് 1000-ന് മുകളിൽ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു, 3000-ന് മുകളിൽ മോണിറ്റൈസേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തു. പക്ഷേ എൻ്റെ ഒരു നിർഭാഗ്യവശാൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ചാനലിൽ അവരെ നമ്മുടെ നിയമത്തിനെതിരായിട്ട്, അതായത് യൂട്യൂബിൻ്റെ നിയമത്തിനെതിരായിട്ട് ചെറിയൊരു ഇഷ്യൂ വന്നത് കാരണം എൻ്റെ ചാനലിൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ അവർ കട്ടാക്കി. അതുകൊണ്ട് അതെന്താ വെച്ചാൽ അങ്ങനെയുള്ള കണ്ടൻറ്റ്, അതായത് അതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ യൂട്യൂബ് പറഞ്ഞാൽ വെറുതെ വീഡിയോസ് ഇട്ടുകൊണ്ട് അത് റീച്ച് ആവുമായിരിക്കാം, പക്ഷെ നമുക്കത് എല്ലാ കണ്ടൻറ്റും ചിലപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻ കണ്ടൻറ്റ്സ് ഉണ്ട്, ഒരുപാട് നമ്മൾ ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെങ്ങനെയും ചില വീഡിയോസ് ക്ലിക്കാകുമ്പോൾ നമ്മൾ അതന്നെ മാക്സിമം അത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അത് ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ മനസ്സിലാക്കുന്നത് നമ്മളിങ്ങനെയുള്ള ഓരോ സ്ട്രൈക്കും കാര്യങ്ങളും നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, ഇങ്ങനെ പ്രശ്നം വന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, ഒരുപാട് വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. സാധാരണ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ഏകദേശം ഒരു 100 വീഡിയോസോളം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതൊരിക്കലും ചെയ്യാൻ അത് ഇനി യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളുകളും, അതായത് മോണിറ്റൈസേഷൻ ആവാത്ത ആളുകളോടാണ് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളങ്ങനെ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയരുത്. പരമാവധി ചെയ്യുകയാണെങ്കിൽ 1-2 വീഡിയോസ് ഡിലീറ്റ് ചെയ്യുക. അതും പെട്ടെന്ന് ചെയ്യരുത്, അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. നേരെ മറിച്ച് ഞാൻ ചെയ്ത അതായത് ഞാൻ ഏകദേശം 100 വീഡിയോസ്, 1-2 വീഡിയോസ് അല്ല, എൻ്റെ ചാനലിൻ്റെ മെയിൻ സംഭവങ്ങളാണ് 100 വീഡിയോസ്. പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ഷോർട്സും ലോങ് വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി. അത് എൻ്റെ ചാനലിൽ വളരെ വലിയ രീതിയിൽ ബാധിച്ചു. എൻ്റെ മുൻപുണ്ടായിരുന്ന വ്യൂവേഴ്സ് കുറഞ്ഞു, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു ഒരുപാട്. കാരണം ഞാൻ അത്രത്തോളം ഉറക്കവും കളഞ്ഞ് ഉണ്ടാക്കിയെടുത്ത എൻ്റെ യൂട്യൂബിൻ്റെ ആ ഒരു റീച്ച്, ആ ഒരു എന്താ പറയുക, ഒരു സജഷൻ ഒക്കെ എടുത്തു പോയി. ഇപ്പോൾ ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര നല്ല കണ്ടൻറ് ഇട്ടാലും നമുക്ക് വീഡിയോസിന് റീച്ച് കിട്ടാത്ത രീതിയിലായി. കാരണം ആദ്യം ഒരു കണ്ടൻറ് ഇല്ലാത്ത വീഡിയോസിന് നല്ല റീച്ച് കിട്ടി കൊടുത്ത്, ഇപ്പോൾ എത്രത്തോളം നല്ല കണ്ടൻറ് ചെയ്താലും കിട്ടുക. കാരണം എന്നിട്ടും ഞാൻ തളരാതെ പിടിച്ചു തരാം. ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഒരുപാട് ഇതിൻ്റെ മുമ്പേ തോറ്റു വന്നു. അപ്പോൾ എന്തായാലും എനിക്കൊരു വാശി,
കാരണം നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം വിമർശിക്കാൻ നമ്മളെ വീഡിയോസ് എന്തായാലും കാണുന്നവർക്ക് വിമർശിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോസ് കണ്ടിട്ടാകുമ്പോൾ അവർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഇനിയും ആ പഴയ രീതിയിൽ എത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും തോറ്റു കൊടുക്കില്ല. കാരണം തോറ്റു കൊടുത്താൽ എന്താ, നമ്മൾ ഇങ്ങനെ പൊരുതി നേടുമ്പോണ്ടല്ലോ ആ ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഇതിന് മുമ്പ് എൻ്റെ ചാനലൊക്കെ ടെർമിനേറ്റ് ആയി പോയപ്പോൾ ഞാൻ നിർത്താം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് കൈപിടിച്ച് ഉയർത്തിയ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് നിർത്തൂല. കാരണം ഇനി മുന്നോട്ട് പോകും. പക്ഷേ നിങ്ങളെ സപ്പോർട്ടും വേണം. കാരണം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ചാനലിൻ്റെ. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റിലും അല്ലാതെ എന്താ പറയുക പേഴ്സണൽ മെസ്സേജിൽ ചോദിക്കും, എന്താ നിങ്ങളെ വീഡിയോ ചാനൽ എന്ത് പറ്റി. കാരണം നല്ലോണം വ്യൂസ്, അതായത് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ 1000, 2000, 3000 വ്യൂസ് കിട്ടിയുന്ന ഓരോ സംഭവങ്ങൾ നിങ്ങൾ ദിവസങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അതിൻ്റെ പകുതി കിട്ടുന്നില്ലല്ലോ, എന്താ പറ്റി. അപ്പോൾ ഞാൻ എല്ലാവരോടും ഇങ്ങനെ മറുപടി പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു പോയി. കാരണം യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായി കൊള്ളണമെന്നുണ്ട്. കാരണം അവർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷേ ഇത് വരുന്ന ചില ന്യൂ ആളുകൾക്ക്, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ന്യൂ ആളുകൾ ചിലപ്പോൾ അത് പിടികിട്ടിക്കോളന്നില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറയും. കാരണം എന്നോട് ചോദിച്ച് എനിക്ക് തന്നെ ഇത് റിപ്ലൈ എടുത്ത് മടുത്തപ്പോൾ ഞാനത് നിർബന്ധമായിട്ട് അത് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാട്ടോ. കാരണം നിങ്ങൾ ഒരിക്കലും, പിന്നെ അതുമാത്രമല്ല, നമ്മൾ മറ്റുള്ള ഈ വാട്സപ്പ് കണ്ടൻറ്റുകൾ അധികം, അതായത് വാട്സപ്പിൽ നിന്ന് വീഡിയോസ് അധികം നമ്മൾ ഷോർട്ടായിട്ട് ഇടുക, അല്ലെങ്കിൽ വേറെ എന്താ നമ്മുടെ വീഡിയോസിൽ ഇങ്ങനെ ആഡ് ചെയ്ത് ഇടാതിരിക്കണം ഏറ്റവും ബെറ്റർ. നമ്മുടേതായ കണ്ടൻറ്റ് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഇടുമ്പോൾ അതിന് ഒരു പ്രത്യേക എന്താ പറയുക, പ്രേക്ഷകൻ്റെ ഒരു സപ്പോർട്ടും കിട്ടും. മാത്രമല്ല അതൊരു കോപ്പിറൈറ്റോ അല്ലെങ്കിൽ റീയൂസ് കണ്ടൻറ്റോ അങ്ങനെയുള്ള രീതിയിലൊന്നും പോവാതെ നല്ല രീതിയിൽ അതിനെ നമ്മൾ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്ത രീതി. കാരണം നമ്മുടെ വീഡിയോസൊക്കെ അധികവും നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യും. അത് അധികം ഷെയർ ചെയ്യാൻ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ റീച്ചിനെ വളരെ രീതിയിലും പോയി. കാരണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് അവരെന്നെ ഇങ്ങനെ സജഷൻ ചെയ്തിട്ട് അവരെന്നെ ഒരുപാട് ആളുകളിൽ എത്തിക്കുന്ന സംഭവമുണ്ട്. നമ്മളത് പേഴ്സണലി നമ്മൾ ഓരോരുത്തർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ വ്യൂസ് തരുന്ന സംഭവം കിട്ടുന്നത്. അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻറ്റേർണൽ വ്യൂസ് നമുക്ക് കുറയും. പകരം നമുക്ക് വാട്സപ്പിലോ മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എക്സ്റ്റേണൽ വ്യൂസ്, അതായത് യൂട്യൂബിന് അതൊരു വലിയൊരു കാര്യമായിട്ട് അവർ കൂട്ടില്ല. നേരെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെറുതായി ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ നമ്മുടെ വീഡിയോസിന് പിന്നീട് വരുന്ന ഒരുപാട് വീഡിയോസിന് നമുക്കത് എന്താണ് നല്ല രീതിയിൽ അതിനെ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് യൂട്യൂബ് തന്നെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കാരണം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും ഒരു ഉപകാരപ്പെടുന്നത് എനിക്ക് 100% ഉറപ്പ്. കാരണം ഇത് ഒരുപാട് ആളുകൾ പറയാൻ ആഗ്രഹിച്ച സംഭവമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പറയാം. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടി ഉറക്കവും കളഞ്ഞ് കാരണം ഞാനൊക്കെ 13 മണിക്കൂർ ലീവില്ലാതെ വർക്ക് ചെയ്യുന്ന ആളാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ റെസ്റ്റ് ടൈമിൽ ചെയ്യുന്ന വീഡിയോസാണ്. ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് റെസ്റ്റ് ടൈമിൽ. ഏകദേശം എൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു എനിക്ക് 400 സംതിങ്ങോളം 400ന് മുകളിൽ വീഡിയോസ് ചെയ്തിരുന്നു. അത് ചെറിയ നമ്മൾ കാണുന്നവർക്ക് സുഖം, ഒരു മൊബൈലും പിടിച്ചിട്ട് വീഡിയോ ചെയ്താൽ മതി എന്ന് തോന്നും. പക്ഷേ ആ വീഡിയോ എടുക്കണേക്കാളും ബുദ്ധിമുട്ടാണ് അത് എഡിറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി അത് ആഡ് ചെയ്തിട്ട് അതിൽ തംബ്നെയിൽ ഉണ്ടാക്കി അത് പോസ്റ്റ് ചെയ്ത് അതിന് മറ്റുള്ളവരിന് അതിൻ്റെ അഭിപ്രായം കിട്ടി അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. നമ്മൾ കാണാൻ സുഖമൊന്നുമില്ല. അത് ചിലപ്പോൾ ആളുകൾ പറയും നിങ്ങളെന്ത്, അപ്പോൾ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളോട് ചെയ്യാനെന്നൊക്കെ പറയും. സംഭവം നമ്മുടെ അങ്ങനെ ഒരു സംഭവം അവർക്ക് ചോദിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ പാഷൻ ഇതാണ്. നമ്മുടെ ജോലിയുടെ കൂടെ നമുക്കിതൊരു എന്താ പറയുക, ഒരു വരുമാന മാർഗ്ഗമാണ്. പോരാത്തതിന് ഇതൊരു നമ്മുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെന്തായാലും ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും തോറ്റു കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യമാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പരമാവധി യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് ഇതിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര പറയാനുള്ളൂ. കാരണം എനിക്കത് ഒരുപാടായി ഞാനിങ്ങനെ പിന്നെ ആ ടൈം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് അത് പറയാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.